നമസ്കാരം. നമ്മുടെ നാട്ടിൽ അനവധി ലഹരി വിമോചന കേന്ദ്രങ്ങൾ ഉണ്ട്. മദ്യപനായിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ട് ചേർക്കുന്നു, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി. 3-4 മാസം അയാളെ അവിടെ ചികിത്സിക്കുന്നു. അതിനുശേഷം അവിടുന്ന് സുഖപ്പെടുത്തി പുറത്തുവിടുന്നു. 6 മാസത്തോളം കുടിക്കാതെ മദ്യപിക്കാതെ ആ വ്യക്തി നടക്കുന്നു. അതിനുശേഷം വീണ്ടും മദ്യപാനം തുടങ്ങുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. എന്താണ് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, മദ്യപാനം തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാന കാരണം കണ്ടെത്താതെയാണ് ചികിത്സ നടത്തിയത് എന്ന് പറഞ്ഞാൽ മദ്യപനെയല്ല, മദ്യപാനശീലത്തെയാണ് ചികിത്സിച്ചത്. അതുകൊണ്ടാണ് ആ ശീലം ഒരു ഇടവേള കഴിഞ്ഞ് പിന്നെയും തുടങ്ങിയത്. സാധാരണഗതിയിൽ ഒരാൾ മദ്യപാനം തുടങ്ങാൻ 3 കാരണങ്ങളാണുള്ളത്. 1 വ്യക്തിപരമായ കാരണങ്ങൾ, 2 കുടുംബപരമായ കാരണങ്ങൾ, 3 സമൂഹപരമായ കാരണങ്ങൾ. ഈ കാരണങ്ങളിൽ ഏതാണ് അവനെ അലോസരപ്പെടുത്തുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പോകാൻ പറ്റൂ. വ്യക്തിപരമായതിൽ ചില ഉൾപ്പിരിവുകളുണ്ട്. അവിടെ കേന്ദ്രീകരിച്ച് അന്വേഷണം അവിടെ തുടങ്ങിയാൽ മാത്രമേ അവരിലെ ആ ശീലത്തെ മാറ്റിയെടുക്കാൻ സാധിക്കൂ. അതുപോലെ കുടുംബപരവും, അതും പല ഉൾപ്പിരിവുകളും അതിനുണ്ട്. സാമൂഹികപരമായ കാരണങ്ങളിലുമുണ്ട്. ഇവയിൽ കേന്ദ്രീകരിച്ചാൽ മദ്യപാനശീലത്തിൽ നിന്ന് ഒരാളെ വിടുവിക്കാൻ സാധിക്കും, അല്ലാതെ സാധിക്കുകയില്ല.